ഓക്കെ ഓക്കെ എല്ലാവരും ഓക്കെ അല്ലേ? സൈഡോട്ട് കുറച്ചുകൂടി സൈഡോട്ട് തുടങ്ങി തുടങ്ങി. ആ മൈക്ക് താഴോട്ട് മൈക്കോട്ടെ എല്ലാവരും. മൈക്ക് എല്ലാവരും താത്തോട്ടെ മുഖത്തുള്ള ഏപ്രിൽ 9 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട 21,000-ഓളം ജീവനക്കാർക്ക് വോട്ടവകാശം നിഷേധിച്ച നടപടി നിയമവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവും പ്രതിഷേധാർഹവുമായ ഒരു കാര്യമാണ്. ഇലക്ഷൻ കമ്മീഷൻ ഭരണഘടനാ അവകാശമായ വോട്ടവകാശം വിനിയോഗിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്ന, അതിനുവേണ്ടി ക്യാമ്പയിൻ നടത്തുന്ന ഒരു കൂട്ടരാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ വിവിധ ദിവസങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെയൊന്നും ഉണ്ടാകാതിരുന്ന വിധത്തിലാണ് 21,000-ഓളം സർക്കാർ ജീവനക്കാർക്കും ബാങ്ക് ഉദ്യോഗസ്ഥന്മാർക്കും ഇലക്ഷൻ ഡ്യൂട്ടിയിൽ അവർ സേവനമനുഷ്ഠിച്ച് വോട്ട് രേഖപ്പെടുത്താൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഉണ്ടായത്. പോസ്റ്റൽ ബാലറ്റ് ഫെസിലിറ്റേഷൻ സെൻ്ററുകളിൽ എത്തിയപ്പോൾ കിട്ടാതിരുന്നവരാണ് ഇവരെല്ലാം. അതിനെ തുടർന്നാണ് അവർ കോടതിയെ സമീപിച്ചത്. പോസ്റ്റൽ ബാലറ്റ് കിട്ടാത്ത ജീവനക്കാരും NGO യൂണിയൻ അടക്കമുള്ള സർവീസ് സംഘടനകളും കോടതിയെ സമീപിച്ചപ്പോൾ കോടതിയിൽ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ടുള്ള കൗണ്ടർ സത്യവാങ്മൂലത്തിൽ പറഞ്ഞത് വോട്ടെല്ലാം ചെയ്തു കഴിഞ്ഞു, ഇനി സ്ട്രോങ് റൂം തുറക്കുന്നത് ചട്ടവിരുദ്ധമാണ് എന്നാണ്. ഫെസിലിറ്റേഷൻ സെൻ്ററിൽ വോട്ട് ചെയ്താൽ ആ പോസ്റ്റൽ ബാലറ്റ് സൂക്ഷിക്കുന്നതിനു വേണ്ടി സ്ട്രോങ് റൂം തുറക്കണമെന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. കോടതിയിൽ നിന്നും വോട്ട് ചെയ്യാത്തവർക്ക് നീതി ലഭിച്ചില്ല എന്നതും ദൗർഭാഗ്യകരമായ കാര്യമാണ്. ഞാൻ സർവീസ് വോട്ടർമാർ, മിലിറ്ററി സർവീസിലും പാരാമിലിറ്ററി സർവീസിലുമുള്ള സർവീസ് വോട്ടർമാർ പോസ്റ്റൽ ബാലറ്റ് കണ്ണൂർ ജില്ലയിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിലുമായി വോട്ട് ചെയ്ത് തപാൽ വഴി പോസ്റ്റൽ ബാലറ്റ് അയച്ചവർ ഇതിനകം 2,532 പേരാണ്. അതിൽ 11 പോസ്റ്റൽ ബാലറ്റ് കിട്ടിയത് ഇന്നലെയാണ്. മെയ് 1 വരെ സർവീസ് വോട്ടർമാരുടെ ലിസ്റ്റിൽപ്പെട്ട പോസ്റ്റൽ ബാലറ്റിന് അർഹതയുള്ളവർ വോട്ട് ചെയ്ത് നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചുകൊണ്ട് എത്തിയത് റിസീവ് ചെയ്തെങ്കിൽ എന്തുകൊണ്ട് ഫെസിലിറ്റേഷൻ സെൻ്റർ ആരംഭിച്ചുകൂടാ? വോട്ടെണ്ണുന്ന മെയ് 4 മുമ്പ്. ഈ ചോദ്യത്തിന് ഇലക്ഷൻ കമ്മീഷൻ ഉത്തരം പറയണ്ടേ? സർവീസ് വോട്ടർമാരായ മിലിറ്ററി പാരാമിലിറ്ററി സർവീസിലുള്ളവർ പോസ്റ്റൽ ബാലറ്റിലാണ് വോട്ട് ചെയ്യുന്നത്. അതുപോലെയാണ് ഇലക്ഷൻ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെടുന്ന സർക്കാർ ജീവനക്കാർ വോട്ട് ചെയ്യുന്നത്. അവരുടെ വോട്ട് ട്രഷറിയിൽ എത്തിച്ചാൽ പോരെ? ഇന്നലെയാണ് കണ്ണൂർ ട്രഷറിയിൽ 11 പോസ്റ്റൽ ബാലറ്റ് എത്തിയത്. അതിന് തൊട്ട് മുമ്പത്തെ ദിവസവും എത്തിയ പോസ്റ്റൽ ബാലറ്റുകളുണ്ട്. അപ്പോൾ തെറ്റിദ്ധരിപ്പിച്ചത് കോടതിയെയാണ്.
കോടതി ഇക്കാര്യം മനസ്സിലാക്കേണ്ടതായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ പ്രശ്നമില്ല. മറ്റൊരു കാര്യം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതീവ ഗൗരവമായ ഒരു പ്രശ്നമാണ് DCCയുടെ മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന, ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന തോമസ് വർഗീസ് ചൂണ്ടിക്കാട്ടിയത്. അദ്ദേഹം AICC പ്രസിഡന്റിന് പരാതി അയച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ആ പരാതിയിൽ അദ്ദേഹം പറയുന്നത് KPCC പ്രസിഡന്റിൻ്റെ ചില പ്രവർത്തനങ്ങളിലെ ക്രമവിരുദ്ധവും ഒപ്പം വഞ്ചനാപരവുമായ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ്. ഒന്നാമതായി അദ്ദേഹത്തിൻ്റെ പരാതിയിൽ പറയുന്നത്, വയനാട് ഫണ്ട് അതിൽ വെട്ടിപ്പുണ്ടാവുകയും ധന ദുർവിനിയോഗം നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. ഫണ്ട് പിരിച്ചത് എത്ര, സ്ഥലത്തിനു വേണ്ടി നൽകിയത് എത്ര, ഇതിനകം വിവിധ വിഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച തുക എത്ര, ബാങ്ക് അക്കൗണ്ടിൽ എത്ര തുകയുണ്ട്, ഇതിനെക്കുറിച്ചൊന്നും KPCC പ്രസിഡന്റിന് കോൺഗ്രസ്സുകാരെ പോലും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നതാണ് മുൻ DCC സെക്രട്ടറി തോമസ് വർഗീസിൻ്റെ പരാതിയുടെ ഉള്ളടക്കം. അതോടൊപ്പം മറ്റൊരു കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്, 2011 തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സമയത്ത് സമർപ്പിച്ച നോമിനേഷൻ പേപ്പറിനോടൊപ്പമുള്ള വരുമാനം സംബന്ധിച്ച സ്റ്റേറ്റ്മെൻറ്റിൽ രേഖപ്പെടുത്തിയ വിവരങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം പരാതിയിൽ പറയുന്നത്, അന്ന് സ്വന്തമായി വീടോ സ്വന്തമായി വാഹനമോ തനിക്കില്ലെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വത്ത് സംബന്ധിച്ച സ്റ്റേറ്റ്മെൻറ്റിൽ രേഖപ്പെടുത്തിയത്. അന്ന് പേരാവൂരിൽ മത്സരിച്ച ഇന്ന് KPCC പ്രസിഡൻ്റായ സണ്ണി ജോസഫിൻ്റെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഭാരവാഹി കൂടിയായിരുന്നു അദ്ദേഹം. പിന്നീട് 2 വർഷത്തിന് ശേഷം സ്വന്തമായി വീട് നിർമ്മിച്ചുവെന്നും ആ വീട് നിർമ്മിച്ചതിന് ശേഷം സ്വന്തമായി ഉണ്ടായിരുന്ന സ്വത്ത് വിൽപ്പന നടത്തിയെന്നുമാണ് അദ്ദേഹത്തിൻ്റെ പരാതിയിൽ പറയുന്നത്. വിൽപ്പന നടത്തിയത് 41.50 ലക്ഷം രൂപക്കാണെന്ന് പറയുന്നു. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ പരാതിയിൽ പറയുന്നത് യഥാർത്ഥ വിൽപ്പന വില 1.56 കോടി രൂപയാണ് എന്നാണ്. ഇത് സംബന്ധിച്ചും സമഗ്രമായ ഒരു അന്വേഷണം നടത്തണമെന്ന് തോമസ് വർഗീസ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മറ്റൊരു പരാതി, KPCC പ്രസിഡന്റിൻ്റെ മകൾക്ക് കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൽ നൽകിയ നിയമനം വ്യാജരേഖയുണ്ടാക്കിയും സഹകരണ ചട്ടവും നിയമവും ലംഘിച്ചുകൊണ്ടാണെന്നും അദ്ദേഹത്തിൻ്റെ പരാതിയിൽ പറയുന്നു. നാടിനറിയേണ്ടത്, KPCC പ്രസിഡന്റിനെതിരായി 3 ആരോപണങ്ങൾ മുൻ കണ്ണൂർ DCC ജനറൽ സെക്രട്ടറി ഉന്നയിച്ചതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്താൻ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം തയ്യാറാകുമോ എന്ന കാര്യമാണ്. ഇന്ന് PV അൻവർ കണ്ണൂരിൽ വന്നു. അദ്ദേഹം പുതിയ പാർട്ടി ഇവരെയൊക്കെ കാണുകയാണ്. ആ നീക്കത്തെ അല്ല, അൻവർ ഇപ്പം പാർട്ടി മാറിക്കൊണ്ടേയിരിക്കുകയാണല്ലോ. രാഷ്ട്രീയ പാർട്ടികളിൽ മൊബൈൽ രാഷ്ട്രീയം നടത്തുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അത് അദ്ദേഹം വീണ്ടും നിലമ്പൂരിലെ ജനങ്ങൾ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ സ്ഥാനം
രാഷ്ട്രീയമായി ചവറ്റുകൊട്ടിയായിരിക്കും എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സംഗതി. ഓക്കെ. ഇടതുപക്ഷം മൂന്നാമതും അധികാരത്തിൽ വരും. എക്സിറ്റ് പോള് ജനഹിതം പ്രതിഫലിപ്പിക്കുന്ന ഒന്നല്ല. കേരളത്തിലാകെ 30,000-ഓളം വരുന്ന ആളുകളെ സമീപിക്കുകയും അഭിപ്രായം തേടുകയും ചെയ്തതിന് ശേഷമുള്ള വിലയിരുത്തലുകൾ വോട്ടിംഗ് ശതമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സീറ്റുകളുടെ എണ്ണം സമീകരിക്കുന്ന ഒന്നാണ്. അത് ഓരോ അസംബ്ലി മണ്ഡലത്തിലെയും ജനഹിതം പ്രതിഫലിപ്പിക്കുന്നതല്ല. എന്നിട്ടും എക്സിറ്റ് പോൾ പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങളും മറ്റ് ഏജൻസികളും പൊതുവായി സമ്മതിക്കുന്ന കാര്യം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 38% വരെ ജനങ്ങൾ പിണറായി വിജയനെയാണ് കാണുന്നത് എന്നാണ്. കോൺഗ്രസിൻ്റെ 3 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാവുന്ന ജനവിധത്തിൽ അവർ 3 ആൾക്കും ലഭിക്കുന്ന എണ്ണത്തേക്കാൾ കൂടുതൽ ആളുകൾ പിണറായി വിജയനെയാണ് കണ്ടിട്ടുള്ളത്. UDFന് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് അങ്ങനെ ഒരു ജനഹിതമുണ്ടാവുക? എക്സിറ്റ് പോൾ പ്രവചനം നടത്തിയിട്ടുള്ള എല്ലാ ഏജൻസികളും പറയുന്ന ഒരു കാര്യം, ഭരണവിരുദ്ധ വികാരം ഒരു തരംഗമായി വന്നിട്ടില്ല, ഭരണവിരുദ്ധ വികാരവും ഉണ്ടായിട്ടില്ല. അപ്പോൾ എക്സിറ്റ് പോൾ പ്രവചനം നടത്തിയ ഏജൻസികളുടെ പ്രവചന റിപ്പോർട്ടിൽ തന്നെ LDF മൂന്നാമതും അധികാരത്തിൽ വരും എന്ന സൂചനയുണ്ട് എന്നതാണ് വ്യക്തമാവുന്നത്. കണ്ണൂരിൽ ഇടതുപക്ഷം കഴിഞ്ഞ തവണ വിജയിച്ച സീറ്റുകൾ നിലനിർത്തുകയും പുതുതായി പേരാവൂർ കൂടി വിജയിക്കാനുമുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. Yes.